ഏവർക്കും എൽഷദായ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുത്തൊരു 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ക്ലാസ്സിൽ പറയുന്നത്. അതിൽ ഒരുവിധം ക്വസ്റ്റ്യൻസും PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സാധ്യതാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ് കേട്ടിരിക്കുക. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നും സ്വീകരിച്ചതാണ്? എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നും സ്വീകരിച്ചതാണ്? അയർലൻഡിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനാര്? സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വത്തിനുള്ള അവകാശം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതിലാണ്? മൗലിക അവകാശത്തിലാണ് അല്ലേ? 6 മൗലിക അവകാശങ്ങൾ നമുക്കുണ്ട് അല്ലേ? അപ്പോൾ അതിൽ സമത്വത്തിനുള്ള അവകാശം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചത്. ഏതിലാണ്? മൗലിക അവകാശത്തിലാണ് പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതെന്ന്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതെന്ന്. 1949 നവംബർ 26-നാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. അതായത് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എന്ന് 1949 നവംബർ 26-നാണ്. എന്നാൽ ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ്? അതാണ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ 1950 ജനുവരി 26-നാണ്. അന്നാണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലേ? അപ്പോൾ ആ ഒരു ഡേറ്റിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതെന്ന് 1949 നവംബർ 26-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 371F ഏത് സംസ്ഥാനത്തെ പറ്റി പറയുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 371F ഏത് സംസ്ഥാനത്തെ പറ്റി പറയുന്നു? സിക്കിമിനെ പറ്റിയാണ്. F എന്നാണ് പറയുന്നത്. 371F ഏത് സംസ്ഥാനത്തെ പറ്റി പറയുന്നു? സിക്കിമിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 371F, F ഫോർ ഫാൻ എന്നുള്ള ആ ഒരു F ആണ്. അത് ഏത് സംസ്ഥാനത്തെ പറ്റി പറയുന്നു? സിക്കിമിനെ പറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി, അതായത് ന്യൂനപക്ഷം എന്നൊരു വാക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഏതിലാണ്? ആർട്ടിക്കിൾ 29-ലാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആ ഒരു അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 29-ലാണ്. അപ്പോൾ ഈ ഒരു മൈനോറിറ്റി എന്ന ഒരു വാക്ക് പ്രത്യക്ഷപ്പെട്ടത് ഏതിലാണ്? ആർട്ടിക്കിൾ 29-ലാണ്. ആർട്ടിക്കിൾ 29-ലാണ് എന്ത്? മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? അപ്പോൾ ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായിട്ട് കുറച്ച ആ ഒരു ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61 ഭേദഗതിയാണ്. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി കുറച്ചത് ഏത് ഭേദഗതി പ്രകാരമാണ്? 61 ഭേദഗതി പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഇതേ ജന്മദിനമുള്ള മറ്റൊരു ദേശീയ നേതാവ് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ 2-ആണ്. അപ്പോൾ അതേ ഡേറ്റ് ജന്മദിനമുള്ള ഒരു ദേശീയ നേതാവ് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഗാന്ധിജിയുടെ അതേ ജന്മദിനമുള്ള മറ്റൊരു ദേശീയ നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, നിയമനിർമ്മാണ സഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ അടിയന്തരമായി നിയമം നിർമ്മിക്കാൻ പ്രസിഡന്റിനും ഗവർണർക്കും നൽകിയിരിക്കുന്ന നിയമ
നിർമ്മാണ അധികാരം എന്താണ്? അതായത് നിയമനിർമ്മാണ സഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ അടിയന്തരമായി നിയമം നിർമ്മിക്കാൻ പ്രസിഡന്റിനും ഗവർണർക്കും നൽകിയിരിക്കുന്ന ആ ഒരു അധികാരം, നിയമനിർമ്മാണ അധികാരത്തെ പറയുന്നതാണ് എന്തെന്ന്? ഓർഡിനൻസ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക എന്നൊക്കെ. അപ്പോൾ എന്താണ്? ഈ ഒരു നിയമനിർമ്മാണ സഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ അടിയന്തരമായിട്ട് നിയമം നിർമ്മിക്കാൻ പ്രസിഡന്റിനും ഗവർണർമാർക്കും നൽകിയിരിക്കുന്ന നിയമനിർമ്മാണ അധികാരമാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടമെടുത്ത ആശയം ഏതാണ്? അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഫ്രാൻസിൽ നിന്നിട്ട് ആണ് ഇന്ത്യ കടം കൊണ്ടുള്ള എന്താണ്? റിപ്പബ്ലിക് എന്ന ആശയമാണ്. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടമെടുത്ത ആശയം ഏതാണെന്നാണ്? റിപ്പബ്ലിക് എന്ന ആശയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? ആരാണ്? നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നതിന് നെഹ്റുവിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ആർക്ക് ആണ് കഴിയുക? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ആർക്കേ കഴിയുകയുള്ളൂ? പാർലമെൻറ്റിനെ കഴിയുകയുള്ളൂ. അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പാർലമെൻറ്റിന് മാത്രമേ കഴിയുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്കാണ്. അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക് വേണ്ടിയാണ് നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ ഗ്രന്ഥം സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചത് ആർക്കാണ്? അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്കാണ്. അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്കാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെയാണ്. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? എന്താ അവിടെ ചോദിച്ചത്? പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 338 അനുച്ഛേദം 338 പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം. പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338. അപ്പോൾ അതിൽ തന്നെ പട്ടിക, അപ്പോൾ ആ ഒരു 338 അങ്ങനെയെല്ലാം ഓർത്ത് വയ്ക്കുക. 338. അപ്പോൾ പട്ടികജാതിയുടെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പട്ടികജാതിയുടെ 338. അടുത്ത ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എന്താണ് ക്വസ്റ്റ്യൻ? അതായത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? പ്രീസൈഡിംഗ് ഓഫീസറാണ്. പ്രീസൈഡിംഗ് ഓഫീസർക്കാണ് ആ ഒരു പോളിംഗ് ബൂത്തിൻ്റെ പൂർണ്ണമായ ഒരു നിയന്ത്രണ ചുമതലയുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥനാണ് പ്രീസൈഡിംഗ് ഓഫീസറാണ്. പ്രീസൈഡിംഗ് ഓഫീസർക്കാണ് അതിൻ്റെ പൂർണ്ണമായ ചുമതലയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയിലെ ആ ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായം അറിയപ്പെടുന്നത് എന്താണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്താണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? സംസ്ഥാന ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. സംസ്ഥാന ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 35 വയസ്സാണ്. 35 വയസ്സാണ് സംസ്ഥാന ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അനീതിയും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന നഗരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി സ്ഥാപിച്ചത്. ഏതാണ് ആ നഗരം? അപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ ഒത്തിരി അതിക്രമങ്ങളും അനീതികളൊക്കെ ഏറ്റവും കൂടുതലായി നടക്കുന്ന ഒരു നഗരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി സ്ഥാപിച്ചത്. ഏതാണ് ആ നഗരമെന്നാണ് ക്വസ്റ്റ്യൻ. മാൾഡയാണ്. മാൾഡയിലാണ് ആദ്യത്തെ വനിതാ കോടതി സ്ഥാപിച്ചത്. ആ നഗരത്തിൻ്റെ പേരെന്താണ്? അതാണ് മാൾഡ. അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അനീതിയും ഏറ്റവും കൂടുതലായി നടന്നിരുന്നൊരു നഗരമാണ് മാൾഡ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? മാൾഡയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു ആണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത. ദീപക് സന്ധു ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഷാ കമ്മീഷൻ. അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഷാ കമ്മീഷനാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആരൊക്കെ അടങ്ങുന്നതാണ് പാർലമെൻറ്റ്? ആരൊക്കെ അടങ്ങുന്നത്? അതൊരു PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരൊക്കെ അടങ്ങുന്നതാണ് പാർലമെൻറ്റ്? പ്രസിഡന്റ്, രാജ്യസഭ, ലോകസഭ. പ്രസിഡന്റും രാജ്യസഭയും ലോകസഭയും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു പാർലമെൻറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പ്രസിഡന്റും രാജ്യസഭയും ലോകസഭയും അടങ്ങുന്നതാണ് പാർലമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ലോകസഭയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ലോകസഭ സ്പീക്കറാണ്. ലോകസഭയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ലോകസഭ സ്പീക്കറാണ് ലോകസഭയെ നിയന്ത്രിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തഷ്കൻ കരാർ ഒപ്പുവെച്ച രാഷ്ട്രത്തലവന്മാർ ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനുമാണ് അല്ലേ? തഷ്കൻ കരാർ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനാണ്. തഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനുമാണ് തഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര്. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നാണ്. എന്നാൽ രാജ്യസഭ എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അല്ലേ? ആദ്യകാലങ്ങളിലൊക്കെ രാജ്യസഭ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. എന്നാൽ ലോകസഭ എന്താണ്? ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ക്വസ്റ്റ്യൻ എന്താണ്? ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണിക്കുന്നു എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യ ക്രമത്തിൽ പൗരന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം എന്താണ്? ജനാധിപത്യ ക്രമത്തിൽ പൗരന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം. ജനാധിപത്യ ക്രമത്തിൽ പൗരന് ലഭിക്കുന്ന പ്രധാന ഒരു അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് നൽകുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. മൗലിക അവകാശങ്ങളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് നൽകുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് നൽകുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭാംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. രാജ്യസഭ അംഗമാവാനുള്ള പ്രായപരിധിയാണ് ചോദിച്ചിട്ടുള്ളത്, 30 വയസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്ഥാന ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ്. അതുപോലെ രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ്. ഇവിടെ ചോദിച്ചത് എന്താണ്? രാജ്യസഭാംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാവുന്നത് എപ്പോഴാണ്? മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാവുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ആര്? ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് പ്രതിപക്ഷമാണ്. ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് പ്രതിപക്ഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 93 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം നൽകിയിരിക്കുന്നത് ജനങ്ങൾക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നത് എന്തിനാണ്? അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് അവിടെ പറയുന്നുണ്ട്. ഗവൺമെൻറ് അവകാശങ്ങൾക്ക്, ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങൾക്ക്, വ്യക്തികളുടെ അവകാശങ്ങൾക്ക്, പ്രഭുക്കന്മാരുടെ അവകാശങ്ങൾക്ക്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ എന്തിനാണ് മുൻതൂക്കം നൽകുക? സ്വാഭാവികമായിട്ടും വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അതായത് മുൻതൂക്കം നൽകുന്നത് എന്തിനാണ്? അതായത് ജനാധിപത്യ രാജ്യങ്ങൾ എന്തിനാണ് മുൻതൂക്കം നൽകുന്നത്? ഓരോ വ്യക്തികളുടെയും അവകാശങ്ങൾക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1972 സിംല കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ സിംല കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ്? 1972. അതിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണെന്നാണ്? ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ്. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് 1972 സിംല കരാറിൽ ഒപ്പുവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദേശീയ പാർട്ടിയായി അംഗീകരിക്കുവാൻ ഒരു പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ട് എത്രയാണ്? 4% വോട്ട് 4-5 സംസ്ഥാനങ്ങളിൽ നിന്ന്. 4% വോട്ടാണ് 4-5 സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ എന്താണ്? ഒരു ദേശീയ പാർട്ടിയായി അംഗീകരിക്കുവാൻ ഒരു പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ട് എന്ന് പറയുന്നത് 4% വോട്ടാണ്. 4-5 സംസ്ഥാനങ്ങളിൽ നിന്ന് 4% വോട്ടാണ് ലഭിക്കേണ്ടത്. കേരളത്തിലെ ഒരു ലോകസഭാ സംവരണ മണ്ഡലം. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാവേലിക്കര, വയനാട്, ഇടുക്കി, കാസർഗോഡ്. കേരളത്തിലെ ഒരു ലോകസഭാ സംവരണ മണ്ഡലമാണ് മാവേലിക്കര. കേരളത്തിലെ ഒരു ലോകസഭാ സംവരണ മണ്ഡലമാണ് മാവേലിക്കര. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭയിലോ രാജ്യസഭയിലോ ക്വാറം തികയാൻ എത്ര പേർ ഹാജരാകണം? ലോകസഭയിലോ രാജ്യസഭയിലോ ക്വാറം തികയാൻ എത്ര പേര് ഹാജരാകണം? 10-1 പേരാണ് ഹാജരാകുന്നത്. 10-1 പേരാണ്. 10-1 എന്താണ്? ലോകസഭയിലോ രാജ്യസഭയിലോ ക്വാറം തികയാൻ എത്ര പേർ ഹാജരാകണമെന്നാണ് ക്വസ്റ്റ്യൻ. 10-1. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് വിഭാഗത്തെയാണ്? ആമുഖത്തെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ആമുഖത്തെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? മുൻഷിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാ? BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്.
അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1992 ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1992 ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1992 ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിംല കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആരൊക്കെയാണ്, സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, സിംല കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് സിംല കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരപ്പ കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടതാണ്? കുമാരപ്പ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭൂപരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷനിൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ പറയുന്നുണ്ട്, സ്ത്രീ ശാക്തീകരണം പറയുന്നുണ്ട്, ഭൂപരിഷ്കാരങ്ങളുണ്ട്, പഞ്ചായത്ത് രാജ് ഉണ്ട്. അപ്പോൾ കുമാരപ്പ കമ്മിറ്റി ഭൂപരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കുമാരപ്പ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3 ഭാഗം 3 ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പട്ടികയിലാണ് പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്, ഏത് പട്ടികയിലാണ് പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പട്ടിക 5 പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പട്ടിക 5 പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആരംഭിച്ച ഗവൺമെൻറ് ഏതാണ്? ഇന്ത്യയിൽ ആഗോളവൽക്കരണവും, അതായത് ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണമൊക്കെ ആരംഭിച്ച ഗവൺമെൻറ് ഏതാണ്? നരസിംഹറാവു ഗവൺമെൻറ്റാണ്. നരസിംഹറാവു ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ അതുപോലെ തന്നെ ലിബറലൈസേഷൻ, അതായത് ആഗോളവൽക്കരണം ഉദാരവൽക്കരണമൊക്കെ ഇന്ത്യയിൽ ആരംഭിച്ച ഗവൺമെൻറ്റാണ് നരസിംഹറാവു ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണകാലത്ത് ഒരിക്കൽ പോലും പാർലമെൻറ്റിൽ സന്നിഹിതനാകാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരിക്കൽ പോലും പാർലമെൻറ്റിൽ അദ്ദേഹം സന്നിഹിതനായിട്ടില്ല. അത് ഏത് പ്രധാനമന്ത്രിയാണെന്നാണ്? ആരാണ്? ചരൺ സിംഗ് ആണ് ആ ഒരു പാർലമെൻറ്റിൽ സന്നിഹിതനാകാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണയായി ഇന്ത്യയിൽ പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഏതാണ്? സാധാരണയായി ഇന്ത്യയിൽ പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഏതാണ്? ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസമാണ് സാധാരണയായി ഇന്ത്യയിൽ പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളത്. ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസത്തിലാണ് സാധാരണയായിട്ട് ഇന്ത്യയിൽ പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളത്. അഗ്നിച്ചിറകുകൾ എന്നത് ആരുടെ കൃതിയാണ്? APJ അബ്ദുൽ കലാമിൻ്റെ കൃതിയാണ് അഗ്നിച്ചിറകുകൾ ആരുടെ കൃതിയാണ്? APJ അബ്ദുൽ കലാമിൻ്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏതാണ്? ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനാണ് മൽഹോത്ര കമ്മീഷനാണ് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ. ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനാണ് മൽഹോത്ര കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നരസിംഹം കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഇൻഷുറൻസ്, പ്രസാർ ഭാരതി, ബാങ്കിങ്, റെയിൽവേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? നരസിംഹം കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാങ്കിങ് മേഖലയായിട്ടാണ് ബന്ധപ്പെട്ടത്. നരസിംഹം കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാങ്കിങ് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കെ അന്തരിച്ച വ്യക്തി. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്തരിച്ച വ്യക്തി ഏതാണ്? അപ്പോൾ ഓപ്ഷൻസിൽ നീലം സഞ്ജീവ് റെഡ്ഡി ഉണ്ട്, നീലം സഞ്ജീവ് റെഡ്ഡി ഉണ്ട്, ഡോക്ടർ സക്കീർ ഹുസൈൻ ഉണ്ട്, വി ഗിരി ഉണ്ട്, ശങ്കർ ദയാൽ ശർമ്മയുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കെ, ആ പദവിയിലിരിക്കെ അന്തരിച്ച വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്കാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ആൻസർ ഗവർണർക്കാണ്. ലോകായുക്തയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നതെന്ന്? 2006 ഒക്ടോബർ 26-നാണ്. 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം. 2006 ഒക്ടോബർ 26-നാണ്. 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത്. കൊല്ലം ഇമ്പോർട്ടൻ്റ് ആണ്. 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെൻറ്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം എപ്പോഴാണ്? 11 മണി തുടങ്ങിയാണ് അല്ലേ? 11 മണി തുടങ്ങിയാണ് പാർലമെൻറ്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. മുങ്ങിക്കപ്പലിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. മുങ്ങിക്കപ്പലിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം. അപ്പം എന്താ പറഞ്ഞത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംയുക്ത സേനയുടെ സുപ്രീം കമാൻഡർ ആരാണ്? ഇന്ത്യൻ സംയുക്ത സേനയുടെ സുപ്രീം കമാൻഡർ ആരാണ്? പ്രസിഡൻ്റാണ്. ഇന്ത്യൻ സംയുക്ത സേനയുടെ സുപ്രീം കമാൻഡർ പ്രസിഡൻ്റാണ്. ഇന്ത്യൻ സംയുക്ത സേനയുടെ സുപ്രീം കമാൻഡർ പ്രസിഡൻ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കൊക്കെയാണ്? രാഷ്ട്രപതിക്കും സംസ്ഥാന ഗവർണർക്കുമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്നിരുന്ന പ്രീവിപ്പേഴ്സ് നിർത്തലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ്. ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രീവിപ്പേഴ്സ് നിർത്തലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്നിരുന്ന പ്രീവിപ്പേഴ്സ് നിർത്തലാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് ആരാണ്? PC മഹൽനോബിസ് ആണ്. PC മഹൽനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? അയിത്ത നിർമാർജനാണ്. അതായത് 17-ാം വകുപ്പാണ്. അയിത്ത നിർമാർജനാണ് അതിൽ പ്രതിപാദിക്കുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പാണ് 17-ാം വകുപ്പ്. അതിലെന്താണ്? അയിത്ത നിർമാർജനമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 19-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് ഏത് മൗലിക അവകാശത്തെക്കുറിച്ചാണ്? സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം സമത്വത്തിനുള്ള അവകാശം 14 തൊട്ട് 18 വരെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഏതാണ്? 19-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് ഏത് മൗലികാവകാശത്തെക്കുറിച്ചാണെന്നാണ്? സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. 19 തൊട്ട് 22 വരെ ചില സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 19-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാനായി നിയമിച്ച കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷനാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാനായി നിയമിച്ച കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന പരിഷ്കരിക്കുന്നതിനുള്ള ദേശീയ കമ്മീഷൻ ജസ്റ്റിസ് വെങ്കിടാചലയ്യ കമ്മീഷനാണ്. ഇന്ത്യൻ ഭരണഘടന പരിഷ്കരിക്കുന്നതിനുള്ള ദേശീയ കമ്മീഷൻ ജസ്റ്റിസ് വെങ്കിടാചലയ്യ കമ്മീഷനാണ്. ഇന്ത്യൻ ഭരണഘടന പരിഷ്കരിക്കുന്നതിനുള്ള ദേശീയ കമ്മീഷനാണ് ജസ്റ്റിസ് വെങ്കിടാചലയ്യ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഗവൺമെൻറ്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത്? ഇന്ത്യൻ ഗവൺമെൻറ്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ആവശ്യമായ നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, UPSCയുടെ ചെയർമാനെ നിയമിക്കുന്നത്? UPSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. UPSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? പ്രണവ് മുഖർജിയാണ്. പ്രണവ് മുഖർജിയാണ് ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി. പ്രണവ് മുഖർജിയാണ് ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിഡന്റ് പുറപ്പെടുവിപ്പിക്കുന്ന ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എത്ര മാസമാണ്? 6 മാസമാണ്. പ്രസിഡന്റ് പുറപ്പെടുവിപ്പിക്കുന്ന ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്? ആർട്ടിക്കിൾ 17 അല്ലേ? മഹാത്മാഗാന്ധിക്ക് ജയ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു ആർട്ടിക്കിളാണത്. ആർട്ടിക്കിൾ 17. അടുത്ത ക്വസ്റ്റ്യൻ, കല, സാഹിത്യം, സാമൂഹിക സേവനം എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം? എത്ര പേരെയാണ്? 12 അംഗങ്ങളെയാണ്. രാഷ്ട്രപതിയാണ് 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. കലാ, സാഹിത്യം, സാമൂഹിക സേവനം എന്നീ വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 35 വയസ്സാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആർക്കാണ്? ഗവർണർക്കാണ്. ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തിരഞ്ഞെടുത്തത്? 1930 ജനുവരി 26 ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച സ്മരണയ്ക്കാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തിരഞ്ഞെടുത്തത്. 1930 ജനുവരി 26 ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച സ്മരണയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഗരീബി പഠാവോ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരായിട്ടാണ്? ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് ഗരീബി
പഠാവോ, ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗരീബി പഠാവോ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? നെഹ്റു ആണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ഭാരതരത്നം നേടിയ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആദ്യമായിട്ട് ഭാരതരത്നം നേടിയ രാഷ്ട്രപതിയാണ് എസ് രാധാകൃഷ്ണൻ. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇനി ഞാനിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ്, ഏകദേശം നമ്മൾ 100 ക്വസ്റ്റ്യൻസോളം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് PSC റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്ലാസ്സുകൾ ഈ ഒരു ചാനലിലുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കളും നന്നായി പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്